മൈക്കിൽ നിർത്തട്ടെ. ഇത് മന്ത്രകൽപ്പമാണ്. ഞാൻ ശിവൻ്റെ ഒരു മന്ത്രം പറയാം കേട്ടോ, പറയട്ടോ. ഓം ഐം ക്ലീം സബ് ക്ലീം റാം ക്ലീം ക്രാം ക്ലീം പ്രോം ക്ലീം ഹ്രേയം ക്ലീം ശ്രീം ക്ലീം ടക് ടക് ശിവായ അഘോരരുദ്രദേവായ സർവകോടിഭൂത പ്രതിവിശ്വാസുക്കളും ഏവൽ മാനസുദ്രങ്ങളും ദുരിതങ്ങളും ഈ ഗ്രഹദേഹത്തലമിട്ട് ദുരിതങ്ങളും മൺ വിട്ട് വാങ്ക് മന വിട്ട് വാങ്ക് നങ് ഡങ് സിങ് ടങ് സിങ് ലങ് ബങ് ട്രങ് യങ് ഡങ് നങ് ബങ് ബങ് ഭ്രം ഓം ശിവായ ശിവായ ഹന ഹന ഹര ഹര നസി നസി സ്വം ഭൂമിരക്ഷായ ഗ്രഹരക്ഷായ വൃദ്ധരക്ഷായ സാപരക്ഷായ ദേഹരക്ഷായ ഓം ആം ജീം ഓം ഐ ഓം രക്ഷ രക്ഷ മഹാരക്ഷവാസുരക്ഷായ സ്വാഹോം ജം ചം ലം ബം സം ഷം ഷം ഹം സ്വാഹോം മന്ത്ര യന്ത്ര തന്ത്ര പ്രാണസാധ്യ ജീവ യുഗജീവഹരണീയായ നമ. പറയുന്നെങ്കിലേ അതിനെപ്പറ്റി ഇന്നത്തെ കാണിച്ച് പറഞ്ഞിട്ട് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനമോ ദേവനായിരുന്നു എന്നാണ് ക്രിസ്തു മതത്തിലെ ബൈബിൾ പറയുന്നത്. അതേ സബ്സെറ്റാണ് നമ്മൾ ഹിന്ദു മതത്തിലുള്ളത്. 4-ാം വേദത്തിൽ ഇതേ സബ്സെറ്റാണ്. അപ്പോൾ ആദിയിൽ അക്ഷരമായി, അണുവായി, അണുപ്രമാണമായി, ബ്രഹ്മമായി, സദാശിവമായി ആണ് അന്ന് ഭഗവാൻ സ്ഥിതി ചെയ്തിരുന്നത്. ആ ഭഗവാൻ നമ്മൾ മനസ്സുദൃഷ്ടി ചെയ്ത് ലോകമെല്ലാം ദൃഷ്ടിച്ച് ജീവജാലങ്ങൾ അമ്പളവും ദൃഷ്ടിച്ച ഭഗവാനെ നമ്മൾ ഇന്ന് വകയില്ലാതെ പൂജിക്കുന്നത് ഒരുപാട് പേരുണ്ട്. വകയില്ലാതെ പൂജിക്കുകയാണ്. ഭഗവാനെ പൂജിക്കുന്നവർ, സാമുണ്ഡിയെ പൂജിക്കുന്നവർ, ഭൂതഗണങ്ങളെ പൂജിക്കുന്നവർ, ബാധകളെ പൂജിക്കുന്നവർ, അയ്യപ്പ ശാസ്താവെ പൂജിക്കുന്നവർ, ഇങ്ങനെ ഒരുപാട് ജനങ്ങൾ വകയില്ലാതെ പൂജിച്ചിട്ടിരിക്കുകയാണ്. ഭഗവാനെ പൂജിക്കുന്ന ഒരു സബ്സെറ്റാണ് ആത്മീയം എന്ന് പറയുന്നത്. ആത്മീയം നമ്മൾ ആത്മാവ് ഭഗവാനോട് ഐക്യപ്പെടുത്തുന്നത്. അത് ആത്മീയ തത്വം എന്ന് പറയുന്ന ആ സബ്സെറ്റ് ജനങ്ങൾ അറിയാതെ പലതരത്തിലുള്ള പൂജകളും ചെയ്യുന്നുണ്ട്. ഇത് ആദിയിലിരുന്ന ഭഗവാൻ, അത് ശിവബ്രഹ്മമായിരുന്ന ആദി പരാമരമാകിയ ശിവബ്രഹ്മം എങ്ങനെയിരുന്ന് അണുവായി, അണുപ്രമാണമായി, അക്ഷരമായി, സദാശിവമായി, അഖണ്ഡ പരിപൂരണമായി നിറഞ്ഞ ജ്യോതി. അപ്പോൾ അക്ഷരമായിട്ടും സദാശിവമായിട്ടും, അക്ഷരലവി അങ്ങനെ
ലോകമെല്ലാം നിറയുന്ന അന്ത പരബ്രഹ്മ ജ്യോതിയെ പൂജിക്കുന്നത് അകാരമെൻ്റെ അക്ഷരവും അവരാലാച്ചി. അകാരമുള്ള അക്ഷരം ആദി ഭഗവാൻ. അകാരമെൻ്റെ അക്ഷരവും അവരാലാച്ചി അകണ്ട പരിപൂരണമായി നിന്റെ ജ്യോതി. അത് അകാരത്തിൽ അകത്ത് അമഞ്ചിരിക്കുന്ന അത് ആദി ഭഗവാൻ, അത് ശിവബ്രഹ്മം, ലോകമെല്ലാം ദൃഷ്ടിച്ച അത് പരബ്രഹ്മ വസ്തു. ഓം നമ ശിവായ. പരാപരത്തിൽ പരം തോന്റി, പരത്തിൽ ശിവൻ തോന്റി, ശിവത്തിൽ സത്യ തോന്റി, സത്യയിൽ നാദം തോന്റി, നാദത്തിൽ വിഷ്ണു തോന്റി, വിഷ്ണുവിൽ ബ്രഹ്മാ തോന്റി, ബ്രഹ്മാവിൽ നരമിതിക പക്ഷിതാവര സംഗമാദികൾ തോന്റിയത്. അപ്പോൾ എല്ലാ സ്ഥാവരങ്ങളും എല്ലാ ഭഗവാന്റെ ദൃഷ്ടിയിൽ നിന്ന് ലാസ്റ്റിൽ ഒന്നാണ് എല്ലാ സ്ഥാപനങ്ങളും ജീവജാലങ്ങളും ഉണ്ടാകുന്നത്. ബ്രഹ്മ ഒരു പിഴിക്ക് ഉറ്റ ശിവനാർ ഉയിർ കൊടുക്ക, നാരായണൻ ഞാൻ ഉല്ലാസൻ ഞാൻ കൊടുപ്പേൻ. നാരായണൻ ശിവൻ ബ്രഹ്മ നമ്മുടെ ശരീരത്തിൽ ബ്രഹ്മ ഒരു സൃഷ്ടിക്കുന്നു, அந்த ഉരുവുക്ക് ശിവൻ ജീവന കൊടുക്കുന്നു. அந்த ജീവനെ കൊടുക്കുന്ന அந்த ജീവജാലങ്ങൾക്കെല്ലാം എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സ്വത്തുക്കളും സർവ്വ സൗഭാഗ്യങ്ങളും സുഖവും ദുഃഖവും അത്രയും കൊടുക്കുന്നത് വിഷ്ണു ഭഗവാനാണ്. അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരമായി. അപ്പോൾ ഈ വസ്തുവ് இந்த പരബ്രഹ്മമാകുന്ന പരബ്രഹ്മ ജ്യോതിയെ നമ്മൾ പൂജിക്കുന്ന തത്വമാണ് ആത്മീകം. ഈ ഭഗവാനെ എങ്ങനെ പൂജിക്കണം എന്ന് ഇന്ന് തിരിച്ചറിയാതെ ജനങ്ങളെല്ലാം ഇന്ന് പൂജിച്ചുകൊണ്ടിരിക്കുക. കാണുന്നതെല്ലാം ദൈവം. ചടയൻ, ചാമുണ്ടി, ചപ്പാണി, ഊളി, മൂളി, അയ്യപ്പൻ, ഇതെല്ലാം ഇന്ന് ദൈവമായിട്ട് പൂജിക്കും മനുഷ്യൻ അത്ര പേരും. ഈ ദൈവമായിട്ടിത് പൂജിക്കുന്ന ഈ വസ്തു ഇതൊന്നും ദൈവത്തിൽ ചേർന്നതല്ല, ഇതൊന്നും ഭഗവാന് ചേർന്നതല്ല. ആ ആദിപരബ്രഹ്മമാകിയ പരാപരം മൂന്ന് വസ്തുവായിട്ട് പിരിഞ്ഞ് ദൃഷ്ടിച്ച് இந்த ജീവജാലങ്ങളെല്ലാം ദൃഷ്ടിച്ച് ലോകത്തെല്ലാം ദൃഷ്ടിച്ച് കാത്തുരക്ഷിക്കുന്ന அந்த ഭഗവാനെ പൂജിക്കാൻ ഇന്ന് ആരുമില്ല, അപൂർവമാണ്. അമ്പലത്തേക്ക് പോടും, അമ്പല പൂജ ചെയ്യുന്നു, അവിടെ പൂജ ചെയ്യുന്നു, അവിടെ പടക്കയിടുന്നു, അവിടെ ധാര ചെയ്യുന്നു, അവിടെ വേണ്ട പൂജകളും അലങ്കാരങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലം ദൃഷ്ടിക്കുന്നത് നമ്മളാണ് വയ്ക്കുന്നത്, അതിനൊരു കല്ലെടുത്ത് ഒരു ഉരുവം ഉണ്ടാക്കി വയ്ക്കുന്നത് നമ്മളാണ്, അതേപോലെ ആഡംബര പൂജ ചെയ്യുന്നത് നമ്മളാണ്. ആ വിഗ്രഹത്തെ തന്നെ നമ്മൾ പൂജിക്കുന്നത്, നമ്മൾ ഉണ്ടാക്കി വെച്ച വിഗ്രഹത്തെയാണ് ഇന്ന് പൂജിക്കുന്നത്, ആ ദൈവത്തെയെല്ലാം പൂജിക്കുന്നത്. അത് വിഷ്ണു ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലേ അറിന്തോർ കല്ലേ വണങ്കാർ, കല്ലുരുവയെ താൻ വണങ്കാർ, കാളയെ വണങ്കാർ, പുറ്റയെ വണങ്കാർ, പുറ്റുരുവയെ താൻ വണങ്കാർ. ഇതൊന്നും എല്ലാം അറിഞ്ഞിട്ടുള്ള ഒരുവരും ഈ പൂജകളൊന്നും ചെയ്യില്ല. ഭഗവാൻ പറഞ്ഞു, അൻപ് വളർത്താനെടുത്ത് നീ എന്നെ അനുദിനവും പൂജ ചെയ്യുവാൻ. അൻപാന മനസ്സുകൊണ്ട് നീ എന്നെ അനുദിനവും ശിവ ശിവ ഹരഹര എൻ്റെ നാമം മൈന്ദനെ നീ അനുദിനവും ഉച്ചരിത്തു വരുമായാനാൽ ഉന്നോടെ ഞാൻ കൂട്ടിരുന്ന് വരുവേനപ്പാ വയ്യകത്തിൽ. இந்த ஹரஹரா சிவசிவான நாமம்
ഹരഹര ശിവശിവ എന്ന് ശിവമിരു ശിവായമെന്നുമക്ഷരം അതിശിവമിരുക്കുമക്ഷരം அதை உபாயமென்று நம்பினோர்க்கு உண்மையாகும் அச்சரம் கவாடமிட்ட வாதலே கடந்து போகும் வாயுவை அது உபாயமிட்டடைக்குவே சிவாயமைந்தெழுத்துவே அது சிவாயனோ பஞ்சாட்சம். அப்போது எல்லாரும் ஓம் நம சிவாயா ஓம் நம சிவாயா ஓம் நம சிவாயான்னு ജപിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും നമ ശിവായ പഞ്ചാക്ഷരം ജപിക്കരുത്. നാം അനേക പേര് എന്നിട്ട് പറഞ്ഞു സ്വാമി ഇങ്ങനെ പറയുന്നല്ലോ, ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നകാരദൃഷ്ടി. ലോകം ഉണ്ടായ കാലത്ത് ഫസ്റ്റിലെ ഭൂമിയാണ് ദൃഷ്ടിച്ചത്. ഭഗവാൻ മൂന്നായിട്ട് പിരിഞ്ഞതിന് ശേഷം ദൃഷ്ടി സംഹാരം. അപ്പോൾ ബ്രഹ്മാവൊരു പിടിക്ക് ഉറ്റ ശിവനാരുയിർ കൊടുക്ക ഉല്ലാസം ഞാൻ കൊടുപ്പേൻ നാരായണൻ നാം താനും. അപ്പോൾ ശിവൻ ബ്രഹ്മ വിഷ്ണു സതി നാദം ഇതിലെല്ലാം ദൃഷ്ടി ഉരുത്തിരിഞ്ഞതിന് ശേഷം ബ്രഹ്മ ഫസ്റ്റ് ഭൂമിയെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഭൂമി സൃഷ്ടിക്കുന്നതിൽ ഭൂമി നകാരം ന പഞ്ചാക്ഷരത്തിൽ നകാരം. പൃഥിവി പൊന്നതാകും ബ്രഹ്മനെ എഴുത്തുന്നവാം നകാരം. അറുതിയാങ്ങപ്പു വെള്ളை അരിയമാരെഴുത്തും അവ്വാം. ഉറുതിയാം സിഹപ്പുമങ്കി രുത്തിരൻ എഴുത്തും ചെയ്യാം. മറുവില്ലാ കറുപ്പു കാറ്റാം മകേശ്വരൻ എഴുത്തും വവ്വാം. അപ്പം 5 பூதங்களும் பிரதி அப்பு வாயு தெய்வம் ஆகாசம், இந்த 5 பூதங்களும் பஞ்சபூதங்களாണ്. അപ്പോൾ இந்த പഞ്ചഭൂതം ഫസ്റ്റ് നകാരം. ബ്രഹ്മ സൃഷ്ടിച്ച ഭൂമിയാണ് നകാരം. ബ്രഹ്മ നകാരമാണ്. ശിവൻ ശികാരമാണ്. വിഷ്ണു മകാരമാണ്. അപ്പോൾ നകാരം എന്നുള്ള അക്ഷരം നമ്മന്തീരന്തരിൽ സ്തംഭനം മോഹനം നാമറിയ. അതെന്ത് തരം നമുക്ക് സ്തംഭനവും മോഹനവും ചെയ്യും. മമ്മന്തീരന്തരും മാരണം ഭേദനം മാമറയോ. മാരണവും ഭേദനവും ചെയ്യത് മഹാരം. ചിമ്മന്തീരന്തരും ശ്രദ്ധ ഉച്ചാടനം സീർവറുമേ. ശ്രദ്ധ അതായത് നമുക്ക് സൗഭാഗ്യമായ സുഖമായ ജീവിതത്തെ ശിഖാരം തരും. വമ്മന്തീരന്തരും യമ്മന്തീരന്തരും ദാഹ്ഷം വിദ്വേഷമേ. അപ്പം 5 എഴുത്തും 8 തൊഴിൽ ചെയ്യും. അതാണ് അഷ്ടകർമ്മം. 5 എഴുത്തിൽ അഷ്ടകർമ്മം 8 വിത്താണ്. അതിനാണ് നകാരം മുൻനിരയായി മുടിപ്പമൈന്ത്. നകാരം മുൻനിരയായി മുടിപ്പമൈന്ത് ലോകമെല്ലാം സൃഷ്ടിയാച്ചേ. നകാരം ഭൂമി, അത് ഇത്രയും വലിയ വസ്തു ഉണ്ടായില്ലെങ്കിൽ ലോകം മറിഞ്ഞു പോകും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നകാരം മുൻനിരയായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചാക്ഷരം ജപിക്കണമെന്ന് കണ്ടാൽ നമ്മൾ ശിഖാരത്തോട് തുടങ്ങണം. ശിഖാരത്തോട് തുടങ്ങണമെന്ന് കണ്ടാൽ പഞ്ചാക്ഷരം ഓതുതർക്ക് മൈന്ദനെ പഞ്ചാക്ഷരത്തിന് നടുവണൈതാൻ പിരിത്തുകൊള്ളേ. നമ്മൾ പഞ്ചാക്ഷരം ജപിക്കുന്നത് കണ്ടാൽ നടുവണ പിരിച്ചെടുക്കണം. നടുവണ എന്ത്? ന മ സി ബ യ. അപ്പോൾ ശിഖാരം നടുവണ. ശിഖാരത്തെടുത്ത് ശിവ ശിവാവിൻ്റെ അക്ഷരത്തെ മൈന്ദാ ഓത് ഓത്. ശിവായവിന് അക്ഷരം ശിവായനമാ എന്നുള്ള അക്ഷരമാണ് പഞ്ചാക്ഷരത്തിൽ ജപിക്കണം. 5 എഴുത്തിലെ പിറന്ന് 5 എഴുത്തിലെ വളർന്ന് இந்த 5 எழுத்தை ஓதுகின்ற பஞ்சபூதபாவிகள். 5 எழுத்தில் ஓதுகின்ற ஓரெழுத்தை அறிந்திலேன். 5 എഴുത്ത് നമ്മൾ പഞ്ചാക്ഷരം ജപിക്കുന്ന പഞ്ചാക്ഷര എഴുത്ത് 5 എഴുത്തിൽ ഏത് എഴുത്ത് ഉച്ചരിക്കണം, ഏത് എഴുത്ത് ജപിക്കണം
എന്നുള്ളത് അറിയാതെ ഇന്ന് ജനങ്ങൾ ഓം നമഃശിവായ ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അഞ്ചെഴുത്തിലെ പിറന്ന്, അഞ്ചെഴുത്തിലെങ്ങനെ പിറന്ന്? നഹാരമെനും ബിന്ദുസൻ്റെ അമ്മയുടെ ശ്രോണിതത്തിൽ മഹാരമെൻ്റെ കൂടി സിഹാരമെൻ്റെ കരുപ്പിടിത്ത് ബഹാരമെൻ്റെ വളർന്ന് യഹാരമെൻ്റെ പിറപ്പാൻ ബാലൻ. അപ്പോൾ അമ്മയുടെ വയറ്റിൽ ഒരച്ഛൻ്റെ ബീജം അമ്മയുടെ കരുപ്പയിൽ വിളുന്ന സമയത്ത് നഹാരമെനും ബിന്ദുസൻ്റെ, നഹാരമുള്ള ബിന്ദെങ്ങനെ പോണ് എന്നാണ് അമ്മയുടെ യൂട്രസിനകത്ത് വീഴുന്നത്. അപ്പോൾ സ്തംഭന ബലത്ത് കുഞ്ഞ് പുറത്തിറങ്ങില്ല, ആ ബീജം അങ്ങനെ ഇരിക്കുകയാണ്. നഹാരമെനും ബിന്ദുസൻ്റെ മഹാരമെൻ്റെ അമ്മയുടെ ശ്രോണിതത്തിൽ കൂടി നാമ ശിഖാരമെൻ്റെ കരുപ്പിടിത്ത്. ശിഖാരം 1.5 മാസം കഴിഞ്ഞോണ്ട്, 1 മാസം 1.5 മാസം കഴിഞ്ഞോണ്ട് അമ്മയ്ക്ക് വെപ്രാളം, തളർച്ച, ബോധക്ഷയം, തലക്കറക്കം, ആഹാരം വേണ്ട, സർദൽ, ഇതെല്ലാം വരികയാണ്. അപ്പം ശിഖാരം ശിവൻ, അഗ്നി, ശിഖാര അഗ്നി, അമൃത ചൂടിലെയാണ് കുഞ്ഞ് വളരുന്നത്. നമ്മളൊരു അട വെച്ച് മുട്ട വെച്ച്, മുട്ടയ്ക്ക് ചൂടുണ്ടെങ്കിലേ കുഞ്ഞ് വിരിയും. അതുപോലെ അമ്മയുടെ യൂട്രസിന് വയറ്റിനകത്താണ് ബീജം, അച്ഛൻ്റെ ബീജം. അമൃത ചൂട് ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞ് ഉരുത്തിരിയൂ. അപ്പോൾ ശിഖാരം, ശിവനാണ് ചാർജ് എടുത്തിരിക്കുന്നത്. ശിവൻ ചാർജ് എടുത്തിട്ട് അത് 2 മാസം കഴിഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ആ ക്ഷീണങ്ങളെല്ലാം അങ്ങ് മാറും. മാറി വന്നിട്ട് ബഹാരം എന്ത് വളർന്ന് ബഹാരം, പിന്നെ അമ്മയ്ക്ക് എല്ലാ ക്ഷീണവും മാറി. ബഹാരം ചാർജ് എടുത്തിരിക്കാവും. അടുത്തത് യഹാരം എന്ത് പിറപ്പാൻ ബാലൻ. യഹാരം அந்த 280 ദിവസവും முடிஞ்ச അമ്മയ്ക്ക് വയറ്റേത് പിള്ളേക്ക് 280 ദിവസത്തെ വളർച്ച പിടിച്ച ഉടനെ അത് യഹാരം എന്നുള്ള അക്ഷരം പറയും. നീ ഇവിടെ ഇരിക്കണ്ട, നീ പുറത്ത് വെക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് പ്രസൂതവായുവേ ഉണ്ടാക്കി ലോപുതനെ ഉണ്ടാക്കി പിള്ളേ കപ്പപ്പയ്യെ സുരുങ്ക വൈത്ത് പിള്ളയെ തലയിലായി തിരുപ്പും പാല്, തലയിലായിട്ട് തിരുപ്പി പിള്ള പിറക്കുന്നു. അപ്പോൾ ന മ സി ബ 5 പഞ്ചാക്ഷരത്തിലാണ് ഒരു മനുഷ്യകുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മ പിറന്ന കാലത്തെ നമ്മ ശരീരത്തിനകത്ത് പഞ്ചകുഞ്ഞ് എല്ലാം പഞ്ചഭൂതങ്ങളായി. എന്താ പഞ്ചഭൂതങ്ങൾ 5ലും വളരെ കേൾക്കും. അപ്പോൾ ശരീരത്തിനകത്ത് 5 പഞ്ചഭൂതങ്ങളായി പൃഥിവി, അപ്പു വെള്ളം, വായു കാറ്റ്, തീ, ആകാശം. இந்த 5ഉം നമ്മ നിലവിൽ ഭൂമിയിലുണ്ട്. இந்த 5ഉം നമ്മളെ കാത്തുരക്ഷിച്ച് വളർത്തുക. പിന്നെ എല്ലാ ജീവജാലങ്ങളെയും വൃക്ഷങ്ങളെയും അത്രയും പഞ്ചഭൂതമാണ് കാത്തുരക്ഷിച്ച് വളർത്തുന്നത്. ഇത് 5 പഞ്ചഭൂതം, 5 എഴുത്താണ്, 5 ദേവന്മാരുമാണ്. ഈ പഞ്ചാക്ഷരത്ത് വകയറിഞ്ഞ് ജപിക്കാൻ ആരെയില്ല. കാരണം സൃഷ്ടി ആയതിനു ശേഷം ഇത് തിരിച്ചു ഒടുങ്ങും. എവിടെ ഒടുങ്ങും? ശിവത്തിലൊടുങ്ങും.